യൂത്ത് ദിസ് ഇസ് മൈ ലവ് എന്നിങ്ങനെയുള്ള വെബ് സീരീസിന് ശേഷം ഈ ഒരു കിം ജെ ഹോൺ ഡയറക്ട് ചെയ്ത ഒരു സീരീസ് ആണ് ബിയോണ്ട് ദ ബാർ എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ 2 എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. സോ ആ ഒരു സീരീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്വിഡ് ഗെയിം, മിസ് ഗ്രാനി എന്നിങ്ങനെയുള്ള വർക്ക്സ് ആയിട്ടുള്ള ലീഷൻ വോക്കും അതിന്റെ കൂടെ തന്നെ കിങ്സ് കണക്ഷൻ ടു ചെന്നൈ എന്നിങ്ങനെയുള്ള വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജാങ് സാങ് ഹ്യൂണും ഒരുമിച്ചാണ് ഈ ഒരു സീരീസിൽ വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സീരീസിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഇതല്ലാതെ കുറെ ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിലുണ്ട്, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർ 2 ക്യാരക്ടേഴ്സാണ്. ഇവരുടെ പേഴ്സണൽ ലൈഫും ആ ഒരു പ്രൊഫഷണൽ ലൈഫും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വർക്ക് പ്ലേസിൽ നടക്കുന്ന പൊളിറ്റിക്സും ആ ഒരു ലീഗൽ സൈഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സീരീസാണ് ബിയോണ്ട് ദ ബാർ. വേറൊരു പേരും കൂടെ ഉണ്ട്, എസ്ക്വയേഴ്സ് ലോയേഴ്സ് ഡ്രീം ഓഫ് ബിക്കമിങ് ലോയേഴ്സ് എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ലോയേഴ്സിന്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിലെ ലീഗൽ സംഭവങ്ങളാണെങ്കിലും പിന്നെ പറയുകയാണെങ്കിൽ ഓരോ സീരീസിലും ഓരോ കേസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് എപ്പിസോഡാണ് കൂടുതലും എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. സോ അതിൽ വരുന്ന ഇമോഷണൽ കോഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് സീരീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീരീസ് കണ്ടിരിക്കാൻ അത്യാവശ്യം നമ്മളെ കുക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് സീരീസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിംഗുമായി മാറിയ ഒരു സീരീസാണ്. അതുപോലെ പെർഫോമൻസിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോകുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ അത്യാവശ്യം വർക്കൗട്ടായ ഒരു വെബ് സീരീസ് ആണ് ഇത്. സോ ഒരാഴ്ചയിലും വേറെ വേറെ എപ്പിസോഡ് റിലീസ് ആവുന്നതായിരിക്കും. സോ ആദ്യത്തെ 2 എപ്പിസോഡ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.